നമസ്കാരം സനോജി. നമ്മളിപ്പോൾ മാധ്യമങ്ങളെല്ലാം ഇറാൻ്റെ പുറകിലാണ്. പക്ഷേ ഇറാൻ്റെ പുറകിലായപ്പോൾ ഒരു ഭാഗത്തിന്, ഒരു പാർട്ടിക്ക് വലിയ ആശ്വാസമായി ഒരു മുന്നണിക്കും. അതായത് ശബരിമല കൈകാര്യം ചെയ്ത, അതായത് ശബരിമലയിൽ ഈ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയ മുന്നണിക്ക് ഇത് വലിയ ആശ്വാസമായി. എന്തായാലും ഈ ഇലക്ഷൻ അടുപ്പിച്ച് ശബരിമല ഒന്ന് ഒതുങ്ങി നിന്നല്ലോ എന്നുള്ളത്. അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾക്കും, അല്ലെങ്കിൽ അവരുടെ PR എടുത്തിരിക്കുന്ന മാധ്യമങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തന്നെ ചർച്ച ചെയ്ത ചില മാധ്യമങ്ങളുണ്ട്. അവരുടെ തന്നെ ഒരു PR വർക്കുമായിട്ട് നിരന്തരം ചില കോർപ്പറേഷനെതിരെയും ഒക്കെയുള്ള വാർത്തകൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്കും വളരെ ആശ്വാസമാണ് ആ കാര്യം. പക്ഷെ നമുക്കങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. അതെ, നമ്മൾ തുടക്കം പറയുകയാണെങ്കിൽ കേരളം അയ്യപ്പനെ മറന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം ഒരു 2 മാസം മുമ്പ് വരെ വളരെ പ്രമാദമായ കേസ്, അത് രാഷ്ട്രീയ തലത്തിലാകട്ടെ മറ്റ് തലത്തിലാകട്ടെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായ കൊടുമ്പിരി കൊണ്ട ഒരു കേസ് ഒന്നുമല്ലാതായിത്തീരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ ഹരി സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി ഹെഡ്ലൈൻസ് വേറെയുണ്ട്. ഇറാൻ ഒരു വശത്ത് നിൽക്കുന്നു, മന്ത്രി ഗണേഷ് കുമാറിൻ്റെ പ്രണയലീലാവിലാസങ്ങൾ മറുവശത്ത് നിൽക്കുന്നു, ഇലക്ഷൻ്റെ ആ ഒരു മുന്നൊരുക്കങ്ങൾ മറുഭാഗത്ത് നടക്കുന്നു. അപ്പോൾ ഇതിനിടയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അയ്യപ്പന് വേണ്ടി, അല്ലെങ്കിൽ അയ്യപ്പൻ്റെ സ്വർണം എങ്ങോട്ട് പോയി എന്ന് കണ്ടെത്താൻ ഒരു മാധ്യമങ്ങളും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല അന്വേഷണം പാടെ അട്ടിമറിച്ചു എന്ന് വേണം നമ്മൾ ഈ ഒരു അവസരത്തിൽ കരുതാൻ. വലിയൊരു ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. സർക്കാർ ഇടപെട്ടുകൊണ്ട്, നമുക്ക് ഈ ഒരു സമയത്ത് ആ ഒരു അനുമാനത്തിൽ തന്നെ എത്തേണ്ടി വരും. കാര്യം സർക്കാർ ഇടപെട്ടുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. പറയുമ്പോൾ കോടതിയാണ് ഇതിന് പിന്നിൽ, കോടതിയുടെ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടന്നത്. പക്ഷേ കോടതി നടത്തുന്ന ഒരു അന്വേഷണം പോലും ഇത്തരത്തിൽ ഒരു 90 ദിവസം കഴിയുമ്പോൾ സ്വാഭാവിക ജാമ്യം കിട്ടും, അതുകൊണ്ട് അതിനു മുമ്പേ കുറ്റപത്രം സമർപ്പിക്കണമെന്നുള്ളൊരു നിഷ്കർഷയിൽ എത്തിച്ചേരാൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ലെങ്കിൽ മറ്റ് അന്വേഷണ രീതികളെക്കുറിച്ചൊന്നും നമ്മൾ പറയേണ്ടതായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് CBIയിലേക്ക് പോകണം എന്നുള്ള ഒരു കാര്യം എല്ലാവരും ആവശ്യപ്പെടുന്നത്. SIT ഇടതുമാറി വലത്. അതെ 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 നമ്മൾ അന്നേ പറഞ്ഞിരുന്നു, ഈ തീർത്ഥാടന ഘട്ടം കഴിഞ്ഞ് നട അടയ്ക്കുന്നതോടുകൂടി, ഒരു തീർത്ഥാടന കാലം പടിയിറങ്ങുന്നതോടുകൂടി അന്വേഷണവും പടിയിറക്കപ്പെടുകയാണ് മലയിൽ നിന്ന്. ഇനി ഈ ഇലക്ഷൻ്റെ കോലാഹലമൊക്കെ കഴിഞ്ഞ് ഏതെങ്കിലും രീതിയിൽ ഒരു പ്രഷർ ഉണ്ടാവണം, ഇതൊന്ന് വീണ്ടും ഇതുണ്ട്. അതിപ്പോൾ തൽക്കാലത്തേക്ക് എല്ലാവരും ഈ ഇലക്ഷൻ ചൂടിലായതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രഷർ ഒന്ന് തണുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഈ പ്രചരണ രംഗത്ത്, ഇനി ഇലക്ഷൻ പ്രചരണ രംഗം ചൂട് പിടിക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഇത് ഉയർത്തിക്കൊണ്ട് വന്നേക്കാം. BJP ശക്തമായി തന്നെ ഇത് ഉയർത്തുന്നുണ്ട് പല ഘട്ടങ്ങളിലും. പക്ഷേ എങ്ങും എത്തുന്നില്ല അന്വേഷണം എന്നുള്ളതാണ് സത്യം. ഈ നടത്തിയ അന്വേഷണങ്ങളുടെ ഇതുവരെയുള്ള രേഖാചിത്രം എന്താണ്, അല്ലെങ്കിൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി എന്താണെന്ന് പോലും ഇപ്പോഴും വ്യക്തമാക്കാൻ കോടതി തയ്യാറാകുന്നില്ല. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ തത്വമയി തന്നെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ 2-3 ചർച്ചകളിൽ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു കേസ് ക്ലോസ്ഡ് ഡോർ ആയിട്ടുള്ള ചർച്ച നടത്തുന്നത്? ഒരു ക്ലോസ്ഡ് ഡോർ, ഓപ്പൺ കോർട്ടിലല്ല ഇതിൻ്റെ ചർച്ച നടക്കുന്നത്, ഇല്ലേ? വളരെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ചുകൊണ്ട്. അപ്പോൾ അത് തന്നെ ഇത് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത വളരെയധികമാണ്. ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന കേസൊക്കെ തന്നെയാണ്, പക്ഷേ ഇതിന് മുകളിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം എന്ന് പറയുന്നത് അതിലേറെയാണ്. നോക്കൂ, ഇതിലെ പ്രധാന പ്രതികളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി, പിന്നെ രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ള പത്മകുമാർ, ഇല്ലേ, വാസു. ഈ വാസുവിൻ്റെയും പത്മകുമാറിനെയും കസ്റ്റഡിയിൽ ഇരിക്കുന്നിടത്തോളം കാലം അത് ഇടതുപക്ഷ സർക്കാരിന് എന്നും തലവേദനയാണ്, അവരുടെ സമ്മർദ്ദം കൂട്ടുന്ന കാര്യം തന്നെയാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പേരുകാരെ ചോദ്യം ചെയ്തെങ്കിലും അവരുടെ രോമത്തിൽ തൊടാൻ പോലും ഈ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും. കാര്യം ഇതൊക്കെ ഇലക്ഷൻ മുൻകൂട്ടി കണ്ടുള്ള പ്രഹസനങ്ങളായിരുന്നു, നാടകങ്ങളായിരുന്നു. ഒരു പൊതുജനം ഇനിയും അത് തിരിച്ചറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ട് പൊതുജനം ഒരുമിച്ചിറങ്ങി ഇതൊരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനാക്കി മാറ്റുന്നില്ല? ഭക്തജന സംഘടനകൾ ഇവിടെ ധാരാളമുണ്ട്, ഹൈന്ദവ സംഘടനകൾ ധാരാളമുണ്ട്. എന്തുകൊണ്ട് ഇവരാരും ഇത് വലിയ വായിൽ എല്ലാവരും സംസാരിച്ചു, അയ്യപ്പൻ്റെ സ്വർണം കട്ടവരെ പിടികൂടണം, പാട്ട് വരെ ഇറങ്ങിയില്ലേ നാട്ടിൽ, പാട്ട് വരെ, പോറ്റിയെ കയറ്റിയെ സ്വർണം കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞുള്ള പാട്ട് വരെ ഇവിടെ ഇറങ്ങി ആന്തമായി. പക്ഷേ അതിനപ്പുറം ഇവിടെ ഒരു ചുക്കും നടന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ നമ്മൾ പോലും ഇപ്പോൾ വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഈ വിഷയം ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നത്. കാര്യം ഇത് ആരും എടുക്കുന്നില്ല. അതുകൊണ്ട് നമ്മളെങ്കിലും ഇത് സംസാരിക്കണ്ടേ, നമ്മളെങ്കിലും ചോദിക്കണ്ടേ? കാര്യം നമ്മൾ ഇതിൻ്റെ തുടക്കം മുതൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ സ്വർണ്ണക്കൊള്ളയുടെ ആദ്യ വാർത്ത പുറത്തു കൊണ്ടുവന്നത് തത്വമയിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒടുക്കം എന്തായാലും അതുവരെയും ഉണ്ടാകണം, അതുവരെയും വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കണം, ഇതിൻ്റെ സത്യാവസ്ഥ ലോകത്തെ അറിയിക്കണമെന്ന് അടച്ചുറച്ച് വിശ്വസിച്ച് അതിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു മാധ്യമമാണ് തത്വമയി. ഞങ്ങൾക്ക് നമ്മുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. നമ്മളുടെ മുന്നിൽ രാഷ്ട്രീയ പാർട്ടികളോ വ്യക്തികളോ തന്ത്രിയോ മന്ത്രിയോ ഒന്നുമില്ല. നമ്മുടെ മുന്നിലുള്ളത് രക്ഷാപുരുഷനായ അയ്യപ്പൻ മാത്രമാണ്. അതുകൊണ്ട് അയ്യപ്പൻ്റെ സ്വർണം അവിടെ നിന്നും കളവ് പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ കട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെ കടത്തിയിട്ടുണ്ടെങ്കിൽ, ഇത് മൂന്നും വ്യക്തമാണ് ചെയ്തിട്ടുണ്ടെന്ന്.
അതിൻ്റെ പ്രതികളെ കണ്ടെത്തണം, അവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നു മുതൽ ഈ ഒരു വിഷയം വീണ്ടും ചർച്ചയ്ക്ക് വയ്ക്കുന്നത്. പൊതുജനം എന്തുകൊണ്ട്, ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം വിടൂ, അവരിപ്പോൾ ഇലക്ഷൻ്റെ തിരക്കിലാണ്, എന്തുകൊണ്ട് പൊതുജനവും മറ്റ് സന്നദ്ധ സംഘടനകളും ഈ പറഞ്ഞ ഹൈന്ദവ സംഘടനകളൊക്കെ എല്ലാത്തിനും ഇവിടെ കൊടിപിടിക്കുന്നവരാണ്, ഇവരൊക്കെ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? അതെ, തീർച്ചയായും സനോജ് പറഞ്ഞ പോയിന്റുകളെല്ലാം തന്നെ വളരെ പ്രാധാന്യമേറിയതാണ്. പക്ഷേ ഈ സ്വർണ്ണക്കൊള്ളയുടെ വിഷയം കേവലം ഇപ്പോൾ നടന്ന അന്വേഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറ്റൊരു മേഖല കൂടി ഇതിനുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ആ മറ്റൊരു മേഖലയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല. ഇത് സത്യം പറഞ്ഞാൽ SIT നടത്തിയ അന്വേഷണം ശരിയായ ദിശയിലാണോ എന്ന് പോലും ഇപ്പോൾ നമുക്ക് സംശയമുണ്ട്. ആദ്യഘട്ടത്തിൽ നമ്മളും വിശ്വസിച്ചിരുന്നത് ഇത് കോടതിയുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന അന്വേഷണമായതുകൊണ്ട് ഇതിൽ മറ്റ് വെള്ളം ചേർക്കലുകൾ ഉണ്ടാകില്ല. കൃത്യമായ റിപ്പോർട്ടുകൾ, ഇടക്കാല റിപ്പോർട്ടുകൾ കോടതി ആവശ്യപ്പെട്ടിരുന്നു, അപ്പോഴൊക്കെ ഇത് സമർപ്പിച്ചിരുന്നു. പക്ഷേ ഈ കുറ്റപത്രം സമർപ്പിക്കാൻ ഇവർ വൈകിയത് മുതൽ ഈ അന്വേഷണം വഴിതെറ്റി, ട്രാക്ക് തെറ്റി, പിന്നീട് ഇതിലൊരു അപ്ഡേഷൻ ഇല്ല, കോടതി പോലും ഇപ്പോൾ മിണ്ടുന്നില്ല. അതെ, അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇതൊന്നും കാണാത്ത മറ്റൊരു മേഖല കൂടി ഈ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ അവിടെ ഈ സ്വർണ്ണക്കൊള്ള, ഇപ്പോൾ കണ്ടെത്തിയ സ്വർണ്ണക്കൊള്ള എന്ന് പറയുമ്പോൾ മഞ്ഞുമലയുടെ അറ്റമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഇപ്പോൾ അവിടെ ഉള്ള മുഴുവൻ സ്വർണത്തിൻ്റെയും കാര്യം നമ്മൾ എടുത്ത് പരിശോധിക്കുന്നത്. അതിന് ഈ അടുത്ത സമയത്താണ് അമേരിക്കയിൽ നിന്ന് ഒരു ഭക്തൻ മാളികപ്പുറത്തിന് സമർപ്പിച്ച അവിടുത്തെ തങ്കാങ്കി, ആ തങ്കാങ്കി കാണാനില്ല. തങ്കാങ്കിയെ കുറിച്ചുള്ള കാര്യം ചോദിച്ചപ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കുന്ന തങ്കാങ്കി മാത്രമേ ഉള്ളൂ. ഈ ഭക്തൻ സമർപ്പിച്ച തങ്കാങ്കിയെക്കുറിച്ചുള്ള യാതൊരു റിപ്പോർട്ടും ഇല്ല അതിനകത്ത്. അതായത് ഈ തങ്കാങ്കി എവിടെയാണ് എന്നതിൻ്റെ രേഖ അവർ മുക്കിയിരിക്കുന്നു. അതായത് ഈ റെസിപ്റ്റുകൾ, ഈ ഭക്തന്മാർ സമർപ്പിക്കുന്ന സ്വർണത്തിൻ്റെ റെസിപ്റ്റുകൾ വളരെ കൃത്യമായിട്ട് ഇവർ വളരെ ഫലപ്രദമായിട്ട് ഈ മുക്കുകയും ആ സ്വർണം ഇവർ അടിച്ചു മാറ്റുന്ന ഒരു രീതിയും കൂടെ ഉണ്ട്. ഇത് എവിടെയാണ് സൂക്ഷിക്കുന്നത് പോലും ആർക്കും അറിയില്ല. അങ്ങനെ ഒരു ഭാഗത്ത് ഭക്തർ സമർപ്പിക്കുന്ന സ്വർണം, മറുഭാഗത്ത് ശബരിമലയുടെ സ്വർണം, അവിടെയും ഭക്തന്മാർ തന്നെയാണ് പ്രധാനമായിട്ടും സമർപ്പിക്കുന്നത്. അങ്ങനെ ശബരിമലയുടെ സ്വർണവും ഭക്തന്മാർ സമർപ്പിക്കുന്ന സ്വർണവും ഇങ്ങനെ കണക്കിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളൊന്നും അല്ല. പിന്നെ ഇതിൻ്റെ ആൻറ്റിക് വാല്യൂ, അതായത് യഥാർത്ഥ സ്വർണത്തിൻ്റെ മൂല്യമല്ല. അതായത് ശബരിമലയിൽ അയ്യപ്പന് ചാർത്തിയ സ്വർണം അല്ലെങ്കിൽ മാളികപ്പുറത്തിന് ചാർത്തിയ സ്വർണം എന്ന നിലയിൽ ഇതിന് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ മൂല്യമുണ്ട്. ഈ മൂല്യങ്ങളെയൊക്കെയും അട്ടിമറിച്ചുകൊണ്ട് വളരെയധികം സമ്പന്നന്മാരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ദേവസ്വം ബോർഡ്. അതുകൊണ്ട് തന്നെയാണ് ഈ ദേവസ്വം ബോർഡിന് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള, പാർട്ടിയിലെ തന്നെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതും. PS പ്രശാന്ത് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ മന്ത്രിയേക്കാൾ, കേരളത്തിലെ ക്യാബിനറ്റ് മന്ത്രിയേക്കാൾ വളരെയധികം സ്വാധീന ശക്തിയുള്ള ആളായിട്ട് മാറുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇദ്ദേഹം മിണ്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൻ്റെ കീ പൊസിഷനിലിരിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ കപ്പിത്താൻ എന്നൊക്കെ പറയും പോലെയുള്ള കാവലാൾ ആയിട്ടുള്ള ആൾക്കാർ, ഇത്തരം ആൾക്കാർ തന്നെ പിടിക്കപ്പെടും എന്ന്. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനൊന്നും അല്ല. കടകംപള്ളി സുരേന്ദ്രൻ ചർച്ചയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കടകംപള്ളി സുരേന്ദ്രനിൽ നിന്നും മുകളിലേക്ക് പോകും ഈ അന്വേഷണം. അങ്ങനെ വരാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള വളരെ കൃത്യമായ ആസൂത്രണങ്ങൾ ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഓപ്പൺ കോർട്ടിലല്ല, ക്ലോസ്ഡ് കോർട്ടിൽ ഈ കാര്യങ്ങൾ നടക്കുന്നത് അവർക്ക് വലിയ ഗുണകരമായുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ SIT ഇനി ആര് നിയോഗിച്ച ആൾക്കാരാണെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ സർക്കാരുകളുടെ കീഴിൽ തന്നെ പ്രവർത്തിക്കേണ്ടി വരിക. കാരണം ഇമ്മീഡിയറ്റ് ആക്ഷൻ, ഇപ്പോൾ നമ്മൾ UPSC സിവിൽ സർവീസിൻ്റെ ആൾക്കാരാണെങ്കിൽ വോളണ്ടിയർ സർവീസാണ് സിവിൽ സർവീസ് എന്ന് പറയും. പക്ഷേ UPSC ആണെങ്കിൽ കൂടിയും ഇവരുടെ സ്റ്റേറ്റിൻ്റെയും സെൻട്രലിൻ്റെയും കീഴിൽ വരുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവരെ ഹാൻഡിൽ ചെയ്യുന്നത് സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ കീ പൊസിഷനിലെത്താനായിട്ട് പലപ്പോഴും പല ഉദ്യോഗസ്ഥരും ഇവരുടെ വിടുവേല ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും നമുക്ക് അതുകൊണ്ടാണ് പല എക്സ്പ്ലോസീവായിട്ട് വരുന്ന ഉദ്യോഗസ്ഥരിൽ പലരും പിന്നീട് മിണ്ടാട്ടം മുട്ടുന്നതും ഇങ്ങനെ കയറി വരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ വളരെ സമഗ്രമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കണം. ഇത് രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഇതിൻ്റെ ധനം കൈയെത്തുന്നത് ആരുടെയൊക്കെ കയ്യിലാണ് എന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇത് വിദേശ വിപണികളിലേക്ക് എത്തുമ്പോൾ അത്തരം വിപണികളിൽ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പോയിന്റുകളും വളരെയധികം വാലിഡ് ആണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ആഴ്ന്നിറങ്ങി ചിന്തിച്ചാൽ എവിടെ മുതലാണ് ഈ ശബരിമല അന്വേഷണം വഴിതെറ്റിയതെന്ന് നമ്മൾ നോക്കുക. ഇതിൽ കോൺഗ്രസ് നേതാക്കളുടെ പങ്ക് കൃത്യമായി ആരോപിക്കപ്പെടുന്നത് മുതലാണ് ഈ കേസ് അതിൻ്റെ ആദ്യത്തെ ഒരു ചൂട് തണുക്കുന്നത്, അല്ലേ? കാര്യം ഇടതുപക്ഷ നേതാക്കളെ ട്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നത് കൊണ്ട് തന്നെ വളരെ ചെറിയ ഒരു റേഡിയസ് മതി. പക്ഷേ മറ്റത് അങ്ങനെയല്ല. മറ്റത് കേസ് കൈവിട്ടു പോകുന്നു, അല്ലെങ്കിൽ ഇത് കോൺഗ്രസ് നേതാക്കളിലേക്ക് എത്തുന്നു. സോണിയാഗാന്ധി ഉൾപ്പെടെ ഉള്ളവരുടെ ചിത്രങ്ങൾ പുറത്തു വരുന്നതോടുകൂടിയാണ് ഈ കേസിൻ്റെ ഗതി മാറുന്നത്. അതുവരെ സ്പീഡ് ട്രാക്കിൽ പൊയ്ക്കൊണ്ടിരുന്നത് പതിയെ സ്ലോ ട്രാക്കിലേക്ക് മാറുന്നു.
പിന്നീട് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നു, പതിയെ പതിയെ മാധ്യമങ്ങളിൽ നിന്ന് ഈ വാർത്തകൾ അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ ഇതൊക്കെ നൽകുന്ന സൂചനകൾ, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളെ മനസ്സിലാക്കിക്കുന്നത് ഇതിനകത്ത് വലിയ വലിയ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്. പിടിക്കപ്പെടാതെ പുറത്തു നിൽക്കുന്ന ഇടതിലായാലും വലുതിലായാലും വലിയ വലിയ പുള്ളികളുണ്ട്. ഈ പറഞ്ഞതുപോലെ കടകംപള്ളി സുരേന്ദ്രനൊക്കെ ഇതിൻ്റെ ഒരു ഡോർ മാത്രമാണ്. ആ ഡോറ് തുറന്ന് അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ഒരുപാട് വലിയ വമ്പൻ ആൾക്കാരെ കൊടുക്കാനുള്ള കാര്യങ്ങൾ ഈ കേസിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതെവിടെ വെച്ചോ മനഃപൂർവ്വം ബോധപൂർവം വഴി തെറ്റിയത് എന്നുള്ള കാര്യത്തിൽ തത്വമയിക്ക് ഒരു സംശയവുമില്ല. ഇത് കാണുന്ന ജനങ്ങൾ എങ്ങനെ ഇത് മനസ്സിലാക്കും എന്നറിയില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇതിൽ പറയാൻ പറ്റും. പക്ഷേ ഇത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ച് ഇത് പേടിപ്പിച്ചിട്ടുണ്ട്. കാര്യം ഇത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതാണ്, കോടതിയുടെ കൺട്രോളിലുള്ളതാണ്, കോടതി നിരീക്ഷിക്കുന്ന കേസാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ കോടതിയുടെ നിയന്ത്രണത്തിൽ മാത്രമേ പറയാവൂ, അനാവശ്യ വാർത്തകൾ പടച്ചുവിടരുത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ചില സത്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ ഇപ്പോൾ ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം എന്നൊക്കെ ചിലർക്ക് തോന്നിയേക്കാം. എവിടെ ഇലക്ഷനൊക്കെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് എന്ത് ശബരിമല, എന്ത് അയ്യപ്പൻ, എന്ത് സ്വർണം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ ഞങ്ങൾക്ക് ഇതൊരു വലിയ ടോപ്പിക്ക് തന്നെയാണ്, ഞങ്ങളുടെ ഹോട്ട് ടോപ്പിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് വീണ്ടും പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. വരുന്ന ദിവസങ്ങളിൽ തുടർ ചർച്ചകളും ഞങ്ങൾ ഇതിലുണ്ടാകും. പിന്നെ ഹരി പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡ് സമ്പന്നന്മാരെന്ന്, ദേവസ്വം ബോർഡ് ഒരിക്കലും സമ്പന്നന്മാരല്ല. ദേവസ്വം ബോർഡിലുള്ള ചിലരെന്ന് പറയേണ്ടി വരും, തിരുത്തേണ്ടി വരും. കാര്യം ഇപ്പോഴും അന്തിത്തിരി കത്തിക്കാൻ ശേഷിയില്ലാത്ത ഒരുപാട് ദേവസ്വം ബോർഡ് അമ്പലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഹരി അപ്പോൾ പറഞ്ഞു വന്നതുപോലെ എവിടെ വെച്ചാണ് ശബരിമല കേസിൻ്റെ വഴി തെറ്റിയത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഗതി മാറിയതെന്ന് ഏറെക്കുറെ എല്ലാവർക്കും വ്യക്തമാണ്. എന്തായാലും ഈ ഇലക്ഷൻ അടുക്കുമ്പോൾ ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു വിഷയവും ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ ബോധപൂർവം പല രീതിയിൽ ഇത് മറച്ചു വയ്ക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ സത്യവാങ്മൂലം ഇപ്പോൾ മാറ്റി നൽകാനുള്ള ഒരുക്കത്തിലേക്ക് വരുന്നത്. കാര്യം അതുകൊണ്ട് ഇതിനെ കവറപ്പ് ചെയ്യാൻ നോക്കുകയാണ്. 2018 മുതൽ അവർ തുടങ്ങിയ ചില കാര്യങ്ങളുടെ കവറപ്പാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സത്യവാങ്മൂലം തിരിച്ച് കോടതിയിൽ സമർപ്പിക്കുകയാണ്. അതായത് വിശ്വാസത്തിൻ്റെ പാതയിലാണ് തങ്ങളെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു മുഖംമൂടി. ഒരുപക്ഷേ ഈ ഒരു പരീക്ഷ പാസ്സായി മൂന്നാം അംഗം ജയിച്ച് കയറിയാൽ വീണ്ടും ഇവരുടെ മുഖം മാറുമെന്നുള്ള കാര്യമൊക്കെ ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. കാര്യം ഇടതുപക്ഷ സർക്കാരിനെ എന്തായാലും കേരള ജനത ഒരു പതിറ്റാണ്ടായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇവർ അടുത്ത നിമിഷം പ്രവർത്തിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവർ കാട്ടിക്കൂട്ടാൻ പോകുന്നതൊക്കെ ഏറെക്കുറെ അറിയാം. ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഇവർക്ക് അവസരം കൊടുക്കുന്നത് എന്നുള്ള ഒരു സംഭവം കൂടെ ഉണ്ട്. എന്ത് തന്നെയായാലും അത് അവിടെ നിൽക്കട്ടെ, അത് രാഷ്ട്രീയപരമായ കാര്യം. ശബരിമലയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല. ഇത്തരം കാര്യങ്ങൾ വീണ്ടും മാധ്യമ ശ്രദ്ധയിലേക്ക് വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത്. തുടർ ദിവസങ്ങളിലും ഇനി ആരൊക്കെ അന്വേഷിച്ചില്ലെങ്കിലും തത്വമയുടേതായ ഞങ്ങൾക്ക് വലിയ സന്നാഹങ്ങളോ സംവിധാനങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഉള്ള സംവിധാനങ്ങളും സന്നാഹങ്ങളും ഉപയോഗിച്ച് കൃത്യമായ ഒരു അന്വേഷണത്തിൻ്റെ പാതയിൽ, അല്ലെങ്കിൽ പുറത്തു വരാത്ത വാർത്തകൾ പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമം ഞങ്ങൾ നടത്തുന്നുള്ള കാര്യത്തിൽ ഈ ഒരു അവസരത്തിൽ ഉറപ്പ് നൽകുന്നു. നമസ്കാരം.